ഒരുപാട് ജില്ലകൾ കയറി 2-3 ജില്ലകൾ മാത്രമേ കയറാത്തതുള്ളൂ. പക്ഷേ നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾക്ക് കളി കുറവായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പുറത്തുനിന്ന കളികളൊക്കെ കുറെ ഒഴിവാക്കി നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മുടെ കളി കാണുമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് സാധിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരോടും ഞങ്ങൾക്ക് കളി ഞങ്ങളുടെ നാട്ടിലെടുക്കണമെന്ന് പറഞ്ഞിട്ട് അതായത് ആലപ്പുഴ, കൊല്ലം അവിടെ നിന്നുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കളിക്കണമെന്ന്. കാരണം ഇവിടെ കളിക്കാൻ വരാൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞൊരു ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരിക്കും അറിയോ, ഞങ്ങൾ ഷോക്ക് കളി കളിക്കുന്ന ആൾക്കാരാ. ഇവിടെ എപ്പോഴും അതിഗംഭീരമായി കൈകൊട്ടിക്കളി മത്സരവേദികളിൽ പങ്കെടുക്കുന്ന കുറെ ടീമുകളുണ്ട് അല്ലേ. അവര് രക്ഷയില്ല. കാരണം അവരെ നമുക്ക് ഈ വേദിയിൽ അഭിനന്ദിക്കാതെ പറ്റില്ല. കാരണം ഞങ്ങൾ 3 മണിക്കൂർ ഷോ കളി കളിക്കുമ്പോ അവരെ ഒരു 40 മിനിറ്റ് 45 മിനിറ്റിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് 10-12 ടീമിന്റെ കൂടെ നിന്ന് മത്സരിച്ച് കപ്പടിച്ചു പോകുന്ന ഏരിയയാണിത് അല്ലേ. ഷോ കളിയേക്കാളും ബുദ്ധിമുട്ടാണോ കുറവാണോ കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനധികം മത്സരക്കളികൾ കാണാൻ പോയിട്ടില്ല. കണ്ടതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. 1-2 കളികൾ കണ്ടിട്ടുള്ളൂ. ആ മത്സരക്കളികൾക്ക് പോയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ടീമുകൾ ഉണ്ടെങ്കിൽ ഷോ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോട് നീരസം തോന്നിയിട്ടുണ്ടാവും. കാരണം ഷോ കളിക്ക് പോയാൽ പൈസ ഉണ്ട്, മത്സരക്കളിക്ക് പോയാൽ പൈസ ഇല്ല. കാരണം മത്സരിച്ച് നേടുന്നതാണ് അവരുടെ വിജയം. പൈസ ഇല്ലാതെയാണ് ഓരോ ടീമുകളും അവിടേക്ക് വണ്ടിക്കൂലി പോലും കിട്ടാതെയാണ് എത്തുന്നത്. അത് നമുക്കറിയാം. കാരണം ഞങ്ങൾ 30,000, 40,000, 50,000 ഒക്കെ വാങ്ങിക്കുമ്പോ ആ കുഞ്ഞു കുട്ടികൾക്ക് 2,000 രൂപ പോലും തികച്ച് കിട്ടാറില്ല. അപ്പൊ അവരല്ലേ ഞങ്ങളെക്കാൾ കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. കാരണം അവരെടുക്കുന്ന എഫേർട്ടാണ്, നല്ലതാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ കൂടി ഈ നാട്ടുകാർ അംഗീകരിച്ചേ മതിയാവും. ഞങ്ങൾ വന്നുകൊണ്ടേ അവരെന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. ഷോ കളി നടത്തുമ്പോ ചിലപ്പോ കയ്യിൽ നിന്നെടുക്കുന്ന സ്റ്റെപ്പുകൾ ഉണ്ടാവും, കൈകാലുകൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാവും, ചോടുകൾക്ക് മാറ്റം ഉണ്ടാവും. പലരും പലതരത്തിലൊക്കെ ആയിരിക്കും കളിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് കണ്ടിരിക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും അത്. പക്ഷേ ഞാൻ ഈ വേളയിൽ നിങ്ങളെല്ലാവരോടും ആ കൈകൊട്ടിക്കളി ടീമിൽ കളിക്കുന്ന ക്യാപ്റ്റൻസ് ഉണ്ടാവും, അവരോട് ഈ വേളയിൽ ഞാൻ പറയുകയാണ്, കുറവുകൾ ഞങ്ങളുടെ കുട്ടികളുടെ കുറവുകളായിട്ടാണ് ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളുടെ അത്രയും ഒപ്പം എത്തുമെങ്കിലെങ്കിലും ഞങ്ങൾ ഇന്ന് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നക്ഷത്ര 500ാമത്തെ വേദി കൂടി കടക്കാൻ പോവുകയാണ്. നക്ഷത്ര ഇന്ന് ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് ഈ ചേട്ടൻ പറഞ്ഞ പോലെ നക്ഷത്ര വന്നപ്പോ ചെറിയ തിളക്കത്തിലാണ്. ഇന്നിപ്പോ നക്ഷത്ര കൂട്ടത്തോടെ തിളങ്ങുകയാണ്. അതിലെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ഇവരൊക്കെ വന്ന പോലെ തന്നെ ഞാനൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് പോലെ പച്ചവെള്ളം പോലും തരാത്ത വേദികളുണ്ട്. സത്യമാണ്. അവരോട് ചോദിച്ചു നോക്കിക്കോ. ചിലപ്പോ കട്ടൻ ചായ മാത്രം കൊടുത്തിട്ടായിരിക്കും ചില വേദികളിൽ നിന്നും നമ്മളൊപ്പം ഇറങ്ങിപ്പോകുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സങ്കടം തോന്നിയിട്ടുണ്ട്. ജാനകിയുടെ അടുത്തൊന്ന് പരാതിയും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് വടയും ചായ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോ സങ്കടമുണ്ട്. ആ അവസ്ഥകളൊക്കെ ഞങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ എത്താൻ കാരണം അന്ന് ഞങ്ങൾ തളരാതെ എടുത്തെടുത്തിട്ടുണ്ട്. ഇനി എന്തെന്നെ വന്നാലും വീരനാട്യം തന്നെ മുന്നോട്ട് പോയിരിക്കും. പൈസ എല്ലാം വലുത്, പൈസ വേണ്ട, കളിസ്ഥലം മതി, കയ്യടി മതി, ജനങ്ങൾ മതി. അതാണ് നക്ഷത്ര വളർത്തിയത്. 2,000 രൂപ മുതൽ ഇന്നിപ്പോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 45 വരെയുള്ള സംഖ്യക്ക് ദൈവം തന്ന അനുഗ്രഹവും നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് വീരനാട്യവുമായി ഇന്നിവിടെ നിൽക്കാൻ കാരണം. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും നക്ഷത്രയുടെ കുഞ്ഞുങ്ങളെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എത്തി നിൽക്കാൻ സാധിച്ചത്. അമ്മമാരുടെ മുഖത്ത് സന്തോഷം കണ്ടാൽ അറിയാം അല്ലേ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇത്രയും സന്തോഷത്തോടെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നക്ഷത്രക്കൂട്ടത്തിനോടും ഞങ്ങളോടൊക്കെ നന്ദി കാണിച്ചു പറയാൻ എനിക്ക് പറ്റുന്നുള്ളൂ. കാരണം ഇവിടെ വരുമ്പോ എനിക്കിടക്കുന്ന നെഞ്ചിലൊരു ടിപ്പുണ്ടായിരുന്നു. ഞാൻ